ഒരു മെന്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പൊ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിനിടക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഏതെങ്കിലും ഒന്ന് പറയാമോ? ഒരു അമ്മ വിളിച്ചിട്ട് രാത്രിയാണ്, അവരെന്തോ ഒരു ദേഷ്യപ്പെട്ടോ അല്ലെങ്കിൽ ഫെഡപ്പായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിലാണ് വിളിക്കുന്നത്. അവരുടെ സംസാരത്തിൽ അത് അറിയാൻ പറ്റുന്നുണ്ട്. അവരെന്നോട് ചോദിച്ചു, എൻ്റെ മോള് കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ എറിഞ്ഞ് ഉടയ്ക്കാണ്, പൊട്ടിക്കുകയാണ്, എന്ത് ചെയ്യാൻ പറ്റും, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല സാറേ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരെയാണ് വിളിച്ചേ? അല്ല, മെൻ്റലിസ്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, അതെ. സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റോ ഒക്കെയാണ് ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടത്. നിങ്ങൾ അവരോടാണ് ഇത് പറയേണ്ടത്, എന്നോടല്ല. അപ്പോൾ അവർക്കത് വിശ്വാസമില്ല. കാരണം അവർക്ക് മെൻ്റലിസ്റ്റാണ് മാനസികമായിട്ട് ഇതിൻ്റെയൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരാൾ, മൈൻഡ് വെച്ച് പല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, അപ്പോൾ അവർക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളൊരു സാധനത്തിന് അവർ വിളിക്കുന്നത്. ശരിക്ക് അത് റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു മെൻ്റലിസ്റ്റിനോട് പറയേണ്ട കാര്യമല്ല. ഇപ്പോൾ ഒരു കുട്ടി, യങ്സ്റ്റേഴ്സാണ് കൂടുതലും, അവരുടെ പ്രശ്നങ്ങളാണ് കൂടുതലും വരുന്നത്. കോട്ടയം ഭാഗത്ത് നിന്ന് എവിടുന്നതാണ്, ഞാൻ ഡീറ്റെയിൽസ് ചോദിക്കാൻ പോയില്ല, ചോദിക്കുന്നത് ശരിയല്ല. ഒരു കുട്ടി വിളിച്ചിട്ട് ചോദിച്ചു, സാർ എൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ അതുള്ളത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, ഇനി ഈ കുട്ടിക്ക് പ്രശ്നമുണ്ട്, അപ്പോൾ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാനായിരിക്കുമോ. അപ്പം അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സൈക്കോളജിസ്റ്റുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് നോർമലി വിളിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഈ കുട്ടിക്ക് അറിയേണ്ടത്, എനിക്കതെങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, എനിക്കതിനൊന്ന് നേരിട്ട് കാണണമല്ലോ, ഞാൻ ഈ ഓജോ വേർഡ് വാങ്ങിച്ചാൽ നടക്കുമോ കാര്യങ്ങളെന്നൊക്കെ